بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ റബ്ബിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നവരാണ് നമ്മളൊക്കെ. സൗദി അറേബ്യയിൽ സന്ദർശനത്തിന് വേണ്ടി എത്തി പല ഇസ്ലാഹി സെൻ്ററുകളിലും ഇതുപോലെയുള്ള ഉത്ബോധനങ്ങൾ നടത്തിയ ബഹുമാന്യ പണ്ഡിതൻ YA സലീം ഹമദാനിയാണ് ഇന്ന് നമ്മളോട് ഇസ്ലാമും ഭീകരവാദവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയമാണ് എന്നതിൽ തർക്കിക്കാനില്ലാത്തതാണ്. ഇന്നലെ കോബാറിലെ ഇസ്ലാഹി സെൻ്ററിലും വളരെ ഉപകാരപ്രദമായ നാം അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം നമ്മെ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ വിഷയം ഇസ്ലാഹി സെൻ്റർ തിരഞ്ഞെടുക്കാനുള്ള കാരണവുമുണ്ട്. നമുക്കിടയിൽ ചെറുപ്പക്കാർക്ക് പല സന്ദർഭങ്ങളിലും പല നിലക്കും തോന്നുന്ന ഒരു മേഖലയാണ് പ്രതികാരവും അതുപോലെ തന്നെ മറ്റുള്ള ചിന്തകളും പല ആളുകളുടെയും ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിച്ചു കൊണ്ടുള്ള വിശദീകരണങ്ങളുമൊക്കെ ഇത്തരം മേഖലകളിലേക്ക് ക്യാമ്പസുകളിൽ നിന്നും അതുപോലെ തന്നെ യുവാക്കളും ഈ വഴിയിലേക്ക് എത്താൻ സാധ്യതയുള്ളതുകൊണ്ട് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ സഹോദരങ്ങളെ പ്രഭാഷണത്തിൻ്റെ CD അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ആളുകൾക്ക് അത് കാണാനും കേൾക്കാനും സൗകര്യപ്രദമാകുന്ന നിലയ്ക്ക് തന്നെയാണ് ഈ വിഷയം തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരമൊരു പ്രോഗ്രാമിന് വേണ്ടി ഇസ്ലാഹി സെൻ്ററും അതുപോലെ തന്നെ നമുക്കിവിടെ സൗകര്യം ചെയ്തു തന്ന ഹിദായ ദഅവ സെൻ്ററും ഇതിനു വേണ്ടിയാണ് ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നാം കേൾക്കുക, പഠിക്കുക, വിലയിരുത്തുക, അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൻ്റെ പ്രസക്തിയും ഈ വിഷയത്തിൻ്റെ അനിവാര്യതയും നമ്മുടെ സഹോദരങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ നാം പരമാവധി പരിശ്രമിക്കണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ സലീം ഹമദാനിയെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم
وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ ശ്രദ്ധേയമായ കാലിക പ്രസക്തമായൊരു വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചു ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാം സമ്പൂർണമായ ഒരു ദൈവിക ദർശനമാണ് എന്ന് നമുക്കറിയാം. ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത ഒരു സന്ദേശത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇസ്ലാം എന്നത്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിലോ ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെയോ ഏതെങ്കിലും ഒരു വർഗത്തിൻ്റെയോ പേരിൽ അറിയപ്പെടുന്ന സന്ദേശമല്ല. അതിൻ്റെ സ്ഥാപകൻ ഒരിക്കലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല, മറിച്ച് ആദിമ മനുഷ്യനും ആദ്യപ്രവാചകനുമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ തുടക്കം കുറിക്കുകയും അവസാന പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കുകയും ചെയ്ത മഹത്തായൊരു സന്ദേശത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇസ്ലാം എന്നത്. ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും സമൂഹത്തിൻ്റെ മുന്നിൽ ഉത്ബോധിപ്പിച്ചത് ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഏകത്വമായിരുന്നു എന്ന് നമുക്കറിയാം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനും എൻ്റെ പൂർവികരായ പ്രവാചകന്മാരും ലോകത്തോട് സംസാരിച്ച ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ വാക്ക് ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന സന്ദേശമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ അവസാനത്തെ പതിപ്പും അവസാനത്തെ പ്രവാചകനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൻ്റെ മുന്നിൽ ആ സന്ദേശം ഉദ്ഘോഷിക്കുകയായിരുന്നു. ആ പ്രവാചകനിലൂടെ അല്ലാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആദ്യാവസാനം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന, ഏതൊരു മനുഷ്യൻ്റെയും മസ്തിഷ്കത്തെ തട്ടിയുണർത്തുന്ന ചില ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഏകനായ അല്ലാഹുവിൻ്റെ ഏകത്വം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ വിശുദ്ധ ഖുർആൻ പറയുന്ന ചില ചോദ്യങ്ങൾ: അഫലാ യഅഖിലൂൻ, അഫലാ യസ്മഊൻ, അഫലാ യുബ്സിറൂൻ, അഫലാ യൻളുറൂൻ. മനുഷ്യരെ, നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ അറിയുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനുഷ്യ സമൂഹത്തോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, അവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവർ എന്തുകൊണ്ട് അറിയുന്നില്ല? അവരെന്തുകൊണ്ട് കേൾക്കുന്നില്ല? എന്തിനെയാണ് മനുഷ്യൻ അറിയേണ്ടത്? എന്തിനെയാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്? 3-ാം അധ്യായമായ സൂറത്ത് ആലി ഇംറാൻ അതിൻ്റെ 190, 191 വചനങ്ങളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഇക്കാണുന്ന അനന്തവിശാലമായ ആകാശത്തിൻ്റെയും ഇക്കാണുന്ന ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളുടെ സംവിധാനങ്ങളെക്കുറിച്ചും
ഒരാൾ ചിന്തിച്ചാൽ, രാപ്പകലുകളുടെ വ്യതിയാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മനുഷ്യരുടെ മനസ്സിൻ്റെ അകത്തളത്തിലേക്ക് നിരവധി ദൃഷ്ടാന്തങ്ങൾ നൽകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ വ്യതിയാനത്തിലുമുണ്ട്, ആയാത്തിൽ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ ദൃഷ്ടാന്തം അംഗീകരിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണ്, ഓർക്കുകയാണ്. എന്നിട്ടവൻ പറയുന്നത് എന്തേ? സുബ്ഹാനക ഫഖിന അദാബന്നാർ, നാഥാ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്, നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാക്കടേ റബ്ബേ എന്ന് ഓരോ മനുഷ്യനും പറഞ്ഞു പോകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. നരകമോചനം നൽകുന്ന, സ്വർഗപ്രവേശനം നൽകുന്ന മഹത്തായൊരു ചിന്തയാണ് പരിശുദ്ധ ഖുർആൻ ഒന്നാമതായിട്ട് ലോകത്തിൻ്റെ മുന്നിൽ വിഭാവനം ചെയ്തത്. കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും സംവദിച്ചത് ആ മഹത്തായ ഒരു ആദർശമാണ്. ആ ആദർശത്തിൽ കണിശമായൊരു നിലപാട് പരിശുദ്ധ ഇസ്ലാം ലോകത്തിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ച മഹനീയമായ സുന്ദരമായ ആദർശമായിരുന്നു കലിമത്ത് തൗഹീദിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന മഹനീയമായ ഒരു ആദർശം. എന്നാൽ ഈ നിലപാട് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, ഈ സന്ദേശം പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം ഇതര മതവിശ്വാസികളോട്, ഇതര സമൂഹത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് വളരെ കർശനമായ ചില നിയമനിർദ്ദേശങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതര മതവിശ്വാസികളോട് ഒരു വിശ്വാസി പുലർത്തേണ്ട, ഒരു വിശ്വാസി പാലിക്കേണ്ട ഒരു പെരുമാറ്റ മര്യാദ രീതി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൻ്റെ മുന്നിൽ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുമ്പോൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റപ്പെടുത്താൻ, ആ പ്രവാചകനെ ആക്ഷേപിക്കാൻ, ആ പ്രവാചകനെ തള്ളിപ്പറയാൻ ഒന്നാമതായിട്ട് മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നുവല്ലോ യഹൂദികൾ, ജൂതന്മാർ. ആ ജൂത സമൂഹത്തോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ മുത്തുനബിയെ 2 തവണ കൊലപ്പെടുത്താൻ പോലും സന്നദ്ധരായ ഒരു വിഭാഗമായിരുന്നു ജൂതന്മാർ. മാരണം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താൻ തയ്യാറായ ഒരു വിഭാഗം. ആ വിഭാഗത്തോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുലർത്തിയ നയനിലപാട് എന്തായിരുന്നു എന്ന് പ്രവാചക ജീവിതം നമ്മുടെ മുന്നിൽ വിശദീകരിക്കുകയാണ്. ഒരു ദിവസം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വഴിയോരത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജനാസയും പേറിക്കൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ വരികയാണ്. ഒരു മനുഷ്യന്റെ ജനാസയും പേറിക്കൊണ്ട് വരുന്നു. സ്വഹാബത്ത് പറയുന്നു, ഫമർറ ബിനാ ജനാസ, ഒരു മനുഷ്യന്റെ ജനാസയുമായിട്ടാണ് വരുന്നത്. ആ ജനാസ കണ്ടപ്പോൾ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിൽക്കുകയാ. ജനാസയെ ആദരിച്ചുകൊണ്ട്, ആ വ്യക്തിത്വത്തെ ആദരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, മഹാനായ പ്രവാചകനോട് പറയുകയാ, മുത്തുനബിയെ, ഇന്നഹ ജനാസത്തുൻ യഹൂദിയ, അതൊരു യഹൂദിയായ മനുഷ്യന്റെ, ഒരു ജൂതന്റെ മയ്യത്താണല്ലോ പ്രവാചകരെ, ഒരു ജൂതന്റെ ജനാസയാണല്ലോ പ്രവാചകരെ. എന്തിനാണ് റസൂലെ അങ്ങ് എഴുന്നേറ്റത്? അങ്ങയെ ബുദ്ധിമുട്ടിച്ച, അങ്ങയെ ഒറ്റപ്പെടുത്തിയ, അങ്ങയെ ആക്ഷേപിച്ച ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ജൂതന്റെ ജനാസയും പേറിക്കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ എന്തിനാണ് മുത്തുനബിയെ അങ്ങ് എഴുന്നേറ്റത്? മഹാനായ പ്രവാചകന്റെ കണ്ണു നിറഞ്ഞു. ഹബീബായ പ്രവാചകന്റെ, കാരുണ്യത്തിന്റെ കടലായ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, അതും ഒരു മനുഷ്യനാണല്ലോ, അതും ഒരു മനുഷ്യനാണല്ലോ. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച മഹനീയമായൊരു നിലപാടുണ്ട്. ഇദാ റഅയ്തുമുൽ ജനാസത ഫഖൂമു, വിശ്വാസികളെ, നിങ്ങൾ ഒരു ജനാസ കണ്ടാൽ,
ഒരു മയ്യിത്ത് വരുന്നത് കണ്ടാൽ ആ മയ്യിത്തിനെ കണ്ടിട്ട്, ആ ജനാസയെ കണ്ടിട്ട് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണേ എന്ന മഹിതമായൊരു സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായമായ സൂറത്തു തൗബ അതിന്റെ 6-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, വഇന്ന അഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജിർഹു ഹത്താ യസ്മഅ കലാമുല്ലാഹ്. വിശ്വാസി സമൂഹത്തോട് ഇതര മതവിശ്വാസികളോടുള്ള നയനിലപാട് എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ. നിന്റെ മുന്നിലേക്ക് ഒരവിശ്വാസിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് നിന്നോട് അഭയം തേടിയാൽ അവന് അഭയം കൊടുക്കണമെന്ന മഹിതമായൊരാദർശം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. സൂറത്തു തൗബയുടെ 6-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത് അതാണ്. ഒരു നാട്ടില് വിദേശിയായ ഒരു മനുഷ്യൻ അകപ്പെടുകയാണ്. അവിടെ കലാപകലുഷിതമായ ഭൂമിയാണ്. അയാൾ നോക്കുമ്പോൾ എവിടെയും അക്രമത്തിന്റെ മണമാണ് കാണുന്നത്. എവിടെയായിരിക്കും രക്ഷ എന്നറിയുന്നതിന്, എവിടെയായിരിക്കും സ്വസ്ഥമായിട്ടൊന്ന് അന്തിയുറങ്ങാൻ കഴിയുന്നത് എന്ന് ചിന്തിച്ചിട്ട് ആ മനുഷ്യൻ നടന്നെടുത്തു തൊട്ടടുത്തുള്ള ഒരു വീട്ടിന്റെ മുന്നിലേക്ക് ആ മനുഷ്യൻ നടന്നു ചെന്നു. വീട്ടിന്റെ മുന്നിലുള്ള കോളിംഗ് ബെല്ലിലേക്ക് വിരലമർത്തി. കതക് തുറന്നുകൊണ്ട് പുറത്തേക്ക് വരുന്നത് നീണ്ട ധാടിരോമങ്ങളുള്ള നമസ്കാര തഴമ്പുള്ള ഒരു മുസ്ലിമാണ് എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാ, ആ മുസ്ലിം സഹോദരനോട് പറയുന്നു, നീ കതക് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോ നിന്റെ വീട്ടിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്നത് അവിശ്വാസിയായ ഒരു മനുഷ്യനാണ് എങ്കിൽ മുശ്രിക്കീങ്ങളിൽപ്പെട്ട അവിശ്വാസികളിൽപ്പെട്ട ഒരാളാണ് നിന്റെ വീട്ടിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അഭയം തേടുന്നത് എങ്കിൽ അവന് നീ അഭയം കൊടുക്കണം കേട്ടോ. അവന് നീ ആട്ടി ഓടിക്കേണ്ടവനല്ല. അവന്റെ രൂപം നോക്കിയിട്ട്, അവന്റെ ഭാവം നോക്കിയിട്ട്, അവന്റെ മതവും അവന്റെ ജാതിയും നോക്കിയിട്ട് അവനിൽ നിന്നും നീ ഓടിയകലേണ്ടവനല്ല. അവന് നീ അഭയം കൊടുക്കണം. മാത്രമല്ല സുരക്ഷിതമായ സ്ഥലത്ത് അവനെ എത്തിക്കുന്നത് വരെയും അവനോടൊപ്പം നീ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച ഒരാദർശത്തിന്റെ അനുയായികളാണ് മുസ്ലിംകൾ, വിശ്വാസികൾ. എന്നിട്ടും വ്യാപകമായിട്ട് തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണ് എന്ന്. ഇസ്ലാം തീവ്രവാദത്തിന് പ്രചോദനമേകുന്ന ഒരു സന്ദേശമാണ് ലോകത്തോട് വിഭാവനം ചെയ്യുന്നത് എന്ന് സമൂഹത്തിന്റെ മുന്നിൽ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. കാരണം എന്തേ? ആ പ്രചോദനവും ആ പ്രചരണവും നടത്തുന്നതിന് പലരും മുന്നിലേക്ക് വരികയാ. അടുത്ത സമയത്ത് സി മാധവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു ഡിക്ഷണറി ഉണ്ടാക്കി. ആ ഡിക്ഷണറിയിൽ ജിഹാദി എന്ന് പറയുന്ന സുന്ദരമായ പദത്തിന് അദ്ദേഹം ഒരർത്ഥം കൊടുത്തു. എന്തേ? മുഹമ്മദീയരുടെ വിശുദ്ധ യുദ്ധം എന്നായിരുന്നു. ജിഹാദിന് അയാൾ കൊടുത്ത അർത്ഥം മുഹമ്മദീയരുടെ വിശുദ്ധ യുദ്ധം എന്നാണ്. മാത്രമല്ല കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു മനുഷ്യൻ ഒരു കേസ് ഫയൽ ചെയ്തു. എന്തേ? പരിശുദ്ധ ഖുർആൻ നിരോധിക്കണം, വിശുദ്ധ ഖുർആൻ നിരോധിക്കണം, അല്ലെങ്കിൽ ഖുർആനിലുള്ള 20ഓളം വരുന്ന ആയത്തുകൾ നിരോധിക്കണം. എന്തേ കാരണം? ജിഹാദിന് പ്രചോദനമേകുന്ന ആയത്തുകൾ ഖുർആനിലുണ്ട്. 20ഓളം ആയത്തുകൾ, സായുധ വിപ്ലവത്തിന് പ്രചോദനമേകുന്ന ആയത്തുകളുണ്ട്. അത് വെട്ടിമാറ്റണം അല്ലെങ്കിൽ നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ കൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. സഹോദരങ്ങളെ, കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചപ്പോ സമൂഹം തെറ്റിദ്ധരിച്ചു പോയി ജിഹാദ് അത് സായുധ വിപ്ലവമാണ് എന്ന്. വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ ജിഹാദി എന്ന പദം വ്യത്യസ്തമായ അർത്ഥത്തിലൂടെ, വ്യത്യസ്തമായ രൂപത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു വചനം കാണാം, വഇൻ ജാഹദാക ലിതുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഹുമാ. വിശുദ്ധ ഖുർആൻ പറയുകയാ, ഒരാൾക്ക് മാതാപിതാക്കളുണ്ട്, അയാൾ ആ മാതാപിതാക്കളോട് അവൻ നന്മയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പടച്ചവൻ പറയുന്നു, വഇൻ ജാഹദാക അവർ രണ്ടുപേരും നിന്നെ നിർബന്ധിച്ചാൽ, ശിർക്കിന്റെ മേഖലയിലേക്കാണ് അവർ നിർബന്ധിക്കുന്നത് എങ്കിൽ ഫലാ തുതിഹുമാ, അവരെ നീ വഴിപ്പെടണ്ട എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ജാഹദ, ജിഹാദി എന്ന പദത്തിന് വിശുദ്ധ ഖുർആൻ ഒരു ഭാഗത്ത് നൽകിയ അർത്ഥം നിർബന്ധിക്കുക എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ ആഹരിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദിന്റെ വ്യത്യസ്തമായ മുഖങ്ങൾ സമൂഹത്തോട് പഠിപ്പിച്ചു. ജിഹാദിന്റെ വ്യത്യസ്തമായ മുഖങ്ങൾ. ഒരാൾക്ക് മാതാപിതാക്കളുണ്ട്, പടുവൃദ്ധരായ മാതാപിതാക്കളുണ്ട്, അവരെ ശുശ്രൂഷിക്കൽ ആ മകൻ നടത്തുന്നത് ജിഹാദാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മാത്രമല്ല, ഒരാൾക്ക് 5 പെൺമക്കളുണ്ട്, അവരെ വളർത്തിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ 3 പെൺമക്കളുണ്ട്, അവരെ വളർത്തിക്കൊണ്ടുവന്നു, തസ്കിയത്തും തർബിയത്തും നൽകി ആ പൊന്നുമക്കളെ വളർത്തിക്കൊണ്ടുവന്നിട്ട് പ്രായപൂർത്തിയാകുമ്പോൾ സ്വാലിഹായ വരന്മാരെ കണ്ടെത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആ മാതാവും പിതാവുമുണ്ടല്ലോ, അവർ നടത്തുന്നത് ജിഹാദാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മാത്രമല്ല, അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവരോട് സത്യത്തിന്റെ സന്ദേശം പറയുന്നത് അതൊരു ജിഹാദാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇത് പറയുമ്പോൾ ഇസ്ലാമിൽ സായുധ പോരാട്ടമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇസ്ലാമിൽ ആയുധ പോരാട്ടമില്ല എന്നല്ല. ഇസ്ലാമിൽ ആയുധ പോരാട്ടമില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നു എങ്കിൽ, ആരെങ്കിലും പറയുന്നു എങ്കിൽ അവർ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും നിഷേധിക്കുന്നവരാ. വിശുദ്ധ ഖുർആനിൽ സായുധ പോരാട്ടം പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ ആയുധ പോരാട്ടത്തിന് പ്രചോദനം നൽകുന്നുണ്ട്. അത് എപ്പോഴാണ് എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരോടാണ് ഖുർആൻ പറയുന്നത് എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സ് പൂർത്തിയാകുമ്പോൾ നുബുവത്തിന്റെ സന്ദേശം ലഭിച്ചു. പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തത് മുതൽ പ്രവാചകനെ ക്രൂരമായിട്ട് ആക്രമിക്കാൻ, ആക്ഷേപിക്കാൻ, അവഹേളിക്കാൻ ശത്രുക്കൾ രംഗത്തുണ്ടായിരുന്നു. ചരിത്രം നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ പ്രവാചകൻ ജനിച്ച നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് പലപ്പോഴും പലായനം ചെയ്തിട്ടുണ്ട്. തായിഫിന്റെ താഴ്വരയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയി. തൻ്റെ പ്രിയപ്പെട്ട പെറ്റുമ്മയുടെ ബന്ധുക്കൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് കടന്നു ചെന്നാൽ അവിടെയെങ്കിലും സ്വൈരമായിട്ടൊന്ന് ജീവിക്കാമല്ലോ, സ്വൈരമായിട്ടൊന്ന് പ്രബോധനം നടത്താമല്ലോ എന്ന് കരുതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിന്റെ മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തെരുവ് തെണ്ടികളായ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പാറക്കല്ലുകളുടെ ചീളുകൾ കൊടുത്തിട്ട്, മക്കളെ, മക്കത്തെ മുഹമ്മദ് ഇതാ നടന്നു വരുന്നു, മുഹമ്മദിന്റെ തലയെ ലക്ഷ്യമാക്കി എറിയണേ എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ മക്കയിലെ മുശ്രിക്കുകൾ അണികളെ തയ്യാറാക്കി നിർത്തുകയാണ്, പിഞ്ചു മക്കളെ തയ്യാറാക്കി നിർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറുകൊണ്ടു അക്രമത്തിനിരയായി തായിഫിന്റെ താഴ്വരയിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ മുത്തുനബിയോടൊപ്പമുള്ള സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ദാഹിച്ച് പരവശനായ പ്രവാചകൻ തൊണ്ട വരണ്ടിട്ട് നാവ് പുറത്തേക്കിട്ടിട്ടൊരു ദാഹജലത്തിന് അള്ളാഹുവിന്റെ റസൂല് ആവലാതിപ്പെടുന്ന സാഹചര്യത്തിൽ കയ്യിൽ കിട്ടിയ തോൾപാത്രവുമായിട്ട് സെയ്ദ് റളിയല്ലാഹു തആല അൻഹു വെള്ളത്തിന് വേണ്ടി ഓടി. വെള്ളപാത്രവുമായിട്ട് പ്രവാചകന്റെ അടുക്കലേക്ക് വരുമ്പോ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് ഇല്ല, ഇല്ല, മക്കയിലെ മുഹമ്മദിന് കുടിക്കാൻ തായിഫിന്റെ താഴ്വരയിൽ നിന്ന് ഒരിറ്റ് ദാഹജലം പോലും ഞങ്ങൾ തരില്ല എന്ന് മഹാനായ പ്രവാചകന് കുടിക്കാനുള്ള വെള്ളം പോലും നിഷേധിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രതികാര നടപടി സ്വീകരിച്ചോ സഹോദരങ്ങളെ? മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രതികരിക്കാൻ പറയുകയല്ല പ്രവാചകൻ പറഞ്ഞത്, സബ്റൻ, ക്ഷമിക്കുക, സഹിക്കുക. മഹിതമായൊരു സന്ദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, സ്വഹാബത്തിനെ മൃഗീയമായിട്ട് ആക്രമിച്ചു. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ചുട്ടുപഴുത്തു പൊള്ളുന്ന മണലാരുണ്യത്തിൽ മലർത്തിക്കിടത്തി ക്രൂരമായിട്ട് ആക്രമിച്ചു, ക്രൂരമായിട്ട് ആക്രമിച്ചു. ആ രംഗം കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടി വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ബിലാലിനെ ആക്രമിക്കുന്നത് കാണുന്നില്ല റസൂലേ, ബിലാലിനെ ആക്രമിക്കുന്നത് കാണുന്നില്ല നബിയേ എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോഴും ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ, ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ ശത്രുക്കൾ തയ്യാറായത് നമുക്കറിയാം. യാസർ കുടുംബം, ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ മക്കയിലെ മുശ്രിക്കുകൾ ആ സമൂഹത്തെ നിർമാർജനം ചെയ്യാൻ, ആ കുടുംബത്തെ നിർമാർജനം ചെയ്യാൻ
മുന്നോട്ട് വരികയാ. യാസർ റളിയല്ലാഹു തആല അൻഹുവിനെ മൃഗീയമായിട്ട് ആക്രമിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭാര്യ സുമയ്യ റളിയല്ലാഹു തആല അൻഹുവിനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെയും പൊന്നുമോന്റെയും കൺമുമ്പിൽ വെച്ച് മൃഗീയമായിട്ട് കൊലപ്പെടുത്തി. മാത്രമല്ല അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാൽച്ചുവട്ടിലേക്ക് യാസർ റളിയല്ലാഹു തആല അൻഹുവിനെ വലിച്ചെറിഞ്ഞിട്ട് ആ കാൽച്ചുവട്ടിലിട്ട് ക്രൂരമായിട്ട് ചവിട്ടിക്കൂട്ടി കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞത് സ്വബ്റൻ യാ ആല യാസർ, യാസർ കുടുംബമേ, യാസർ കുടുംബമേ സഹിക്കുക, ക്ഷമിക്കുക എന്നായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. ഒരു പ്രതിരോധ നിര ഉണ്ടാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല. മറിച്ചോ ആ സമൂഹത്തോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച നയനിലപാട് അവരോട് സഹിക്കാനും ക്ഷമിക്കാനുമായിരുന്നു. മാത്രമല്ല ജനിച്ച നാട് വിട്ട് അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയി. ജനിച്ച നാട് വിട്ട് മദീനയിലേക്ക് പോയി. മദീനയിലേക്ക് പോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുത്തുനബിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കുകയാണ്. ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കുകയാണ്. പ്രവാചകന്റെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം ഉണ്ടാകുമ്പോൾ ആ ഭരണകൂടത്തെ നോക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു, മർദിതരായ സമൂഹത്തിന്റെ മോചനത്തിന് വേണ്ടി സായുധ പോരാട്ടത്തിന് ഇറങ്ങാൻ അല്ലാഹു അനുവാദം കൊടുത്തു. മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദ്ഗഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തി ളാലിമി അഹ്ലുഹാ വജ്അൽ ലനാ മിൻ ലദുൻക വലിയൻ വജ്അൽ ലനാ മിൻ ലദുൻക നസീറ. അബലകളും ചബലകളുമാകുന്ന സ്ത്രീകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നിർമാർജനം ചെയ്യാൻ ശത്രുക്കൾ തയ്യാറായി വരുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സായുധ പോരാട്ടം നടത്തുന്നില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചത് ഒരു ഇസ്ലാമിക ഭരണകൂടത്തെ നോക്കിക്കൊണ്ടായിരുന്നു. ഒരു സംഘടനയെ നോക്കിയിട്ടല്ല, ഒരു കൂട്ടത്തെ നോക്കിയിട്ടല്ല, ഒരു സമൂഹത്തെ നോക്കിയിട്ടല്ല, മറിച്ചൊരു ഇസ്ലാമിക ഗവൺമെന്റിനെ നോക്കിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ആയുധ പോരാട്ടത്തിനിറങ്ങാൻ പ്രചോദനമേകിയത്, ആഹ്വാനം നൽകിയത് എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്തുള്ള ഭരണകൂടം മുഴുവനും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ 3 തരത്തിലുള്ള ഭരണകൂടമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 തരത്തിലുള്ള ഭരണകൂടം. ഒന്ന് ഇസ്ലാമിക ഭരണകൂടമാണ്. ഇസ്ലാമിക ഭരണകൂടമാണ്. 2 ഇസ്ലാമിക വിരുദ്ധ ഭരണകൂടമാണ്. 3 മതേതരത്വ ഭരണകൂടമാണ്. ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള ഭരണകൂടമാണ് ലോക ചരിത്രം പരതുമ്പോൾ, ലോകത്തിൻ്റെ അവസ്ഥ പരതുമ്പോൾ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്നത്. ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വീകരിക്കേണ്ട നയനിലപാട് പ്രവാചക ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്തേ? ആ ഇസ്ലാമിക ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും അനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്. ഇസ്ലാമിക ഭരണകൂടമാണ് ഒരു നാട്ടിലുള്ളത് എങ്കിൽ ആ ഭരണകൂടത്തെ അനുസരിച്ച് ജീവിക്കേണ്ട ബാധ്യത മുസ്ലിംകൾക്കുണ്ട്, വിശ്വാസികൾക്കുണ്ട്. 2 ഇസ്ലാമിക വിരുദ്ധ ഭരണകൂടമാണ്. ഒരു നാട്ടില് ഇസ്ലാമിക വിരുദ്ധ ഭരണകൂടമാണ് നിലവിലുള്ളത് എങ്കിൽ ആ നാട്ടില് പരസ്യമായിട്ട് ബാങ്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, മുസ്ലിമാണ് എന്ന് പറഞ്ഞ് നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു വിശ്വാസിക്ക് പരസ്യമായിട്ട് തന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കാനുള്ള അവസരമില്ല. അങ്ങനെയുള്ള ഒരു ഭരണകൂടത്തിന് കീഴിലാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത് എങ്കിൽ വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത് 2 നിലപാടുകൾ സ്വീകരിക്കാനാ. ഒന്ന്, അവന് സ്വൈരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ ചെയ്യുക, മറ്റൊരു നാട്ടിലേക്ക് ഹിജ്റ പോകാം. അല്ല എങ്കിൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തോടൊപ്പം ചേർന്നുകൊണ്ട് അവന് സായുധ പോരാട്ടത്തിനിറങ്ങാം. ഇത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച നയനിലപാടാണ്. വിശുദ്ധ ഇസ്ലാം 2 ഭരണകൂടത്തോട് സ്വീകരിക്കേണ്ട നിലപാട് നമ്മോട് പറഞ്ഞു. മൂന്നാമതായിട്ട് ഒരു മതേതരത്വ ഭരണകൂടത്തിന് കീഴിലാണ് ഒരാൾ ജീവിക്കുന്നത് എങ്കിൽ എന്ത് നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത്? ഇന്ത്യ മഹാരാജ്യം പോലെയുള്ള മതേതര ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതര മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസവും അവരുടെ ആചാരങ്ങളും
പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത് പോലെ മുസ്ലിമീങ്ങൾക്ക് പരസ്യമായിട്ട് തൗഹീദ് പറയാൻ, അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയാൻ, മുസ്ലിമായിട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചു നൽകുന്ന ഒരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് എങ്കിൽ ആ ഭരണകൂടത്തോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിനയിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നുണ്ട്. അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളെ ആട്ടിപ്പുറത്താക്കാത്ത, നിങ്ങളെ വേർതിരിച്ചു നിർത്താത്ത, നിങ്ങളുടെ മതസ്വാതന്ത്ര്യം വകവെച്ചു നൽകുന്ന ഒരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണേ, നീതിയിൽ വർത്തിക്കണേ. നീതിയിൽ വർത്തിക്കുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. മതേതരത്വ ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്നിട്ടും ഇസ്ലാമിലെ ജിഹാദി എന്ന പദമെടുത്തിട്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആദ്യമായിട്ടൊരു മനുഷ്യൻ കടന്നു വന്നു. നമുക്കറിയാം അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന മനുഷ്യൻ വിശുദ്ധ ഖുർആനിൻ്റെ പരിശുദ്ധമായ ജിഹാദി എന്ന പദം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു. അത് ആയുധ വിപ്ലവത്തിനുള്ള സന്ദേശമാണ് എന്നും അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ദൈവിക ഭരണകൂടം സ്ഥാപിക്കുന്നതിന് ആയുധമണിയേണ്ടവരാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദി എന്ന പദത്തെ വളരെ മോശമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രീകരിച്ചുകൊണ്ട് അബുൽ അഅ്ല മൗദൂദി വന്നു. എന്നിട്ടോ അദ്ദേഹം സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വിളിച്ചു പറഞ്ഞ സന്ദേശം എന്തായിരുന്നു സഹോദരങ്ങളെ? തികച്ചും ശീഈ പ്രസ്ഥാനം സമൂഹത്തിൻ്റെ മുന്നിൽ എന്താണോ പരിചയപ്പെടുത്തിയത്, ഏതൊരു നയനിലപാടാണോ പറഞ്ഞത്, അത് പ്രചരിപ്പിക്കുകയായിരുന്നു ആ ഒരു സന്ദേശത്തിലൂടെ. എക്കാലവും ഭീകരവാദത്തിൻ്റെ മുള അന്വേഷിച്ചിട്ട്, അതിൻ്റെ അടിവേരന്വേഷിച്ചിട്ട് ഒരാൾ കടന്നുപോയാൽ അത് ചെന്നെത്തുന്നത് ഷിയാക്കളിലാണ് എന്ന് നമുക്കറിയാം. ആരാണ് ഷിയാക്കൾ? ഏത് തീവ്രവാദ പ്രസ്ഥാനം എടുത്തു പരിശോധിച്ചാലും, ഏത് ഭീകരവാദ പ്രസ്ഥാനം എടുത്തു പരിശോധിച്ചാലും അതിൻ്റെ അടിവേര് ചെന്നെത്തുന്നത് ഷിയഈ സംഘടനകളിലാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രസ്ഥാനം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് NDF എന്ന പേരിൽ പറഞ്ഞിരുന്ന പ്രസ്ഥാനം ഇന്ന് പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ജീവവായു നൽകിയത്, അതിന് ഊർജം നൽകിയത് സിമി എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്ന് അതിൻ്റെ നേതാക്കൾ പരസ്യമായിട്ട് പറയുന്നുണ്ട്. ആ സിമി എന്ന് പറയുന്ന പ്രസ്ഥാനവും പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വിഭാവനം ചെയ്യുന്നത് ഷിയാക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കണം, ഏത് ഷിയഈ വിശ്വാസം മഹാന്മാരായ സ്വഹാബത്തിനെ സമൂഹത്തിൽ നിന്ന് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചവർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സമൂഹത്തിന്റെ മുന്നിൽ കളവ് പ്രചരിപ്പിച്ച വ്യക്തിയാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ വിഭാവനം ചെയ്തത് നാം വായിച്ചതല്ലേ? ഷിയഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് സമൂഹത്തിന്റെ മുന്നിലേക്ക് എഴുതിവിട്ട ഈ നിലപാടുകൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയണമെന്ന് പരസ്യമായിട്ട് പറഞ്ഞ ഷിയഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് മാധ്യമത്തിലൂടെയായാലും തേജസ്സിലൂടെയായാലും സമൂഹത്തിന്റെ മുന്നിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജിഹാദി എന്ന പദത്തെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം ഒരിക്കലും അത് ആയുധ വിപ്ലവത്തിൻ്റെ സന്ദേശമല്ല നൽകിയിട്ടുള്ളത്. ആയുധ വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു ഇസ്ലാമിക ഭരണകൂടത്തോടാണ്. വിശുദ്ധ ഖുർആനില് ആയുധം സജ്ജമാക്കാൻ പറയുന്നില്ലേ എന്ന് യുവാക്കളെ ജാഗരം കൊള്ളിക്കുന്ന പ്രസ്ഥാനമുണ്ട്. ഈ പറയപ്പെട്ട പ്രസ്ഥാനങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യമാ, ഖുർആനില് ആയുധം സജ്ജമാക്കാൻ പറയുന്നില്ലേ? ആയുധ പോരാട്ടത്തിന് ഇറങ്ങാൻ പറയുന്നില്ലേ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഅദ്ദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വ വമിൻ റിബാത്തിൽ ഖൈൽ തുർഹിബൂന ബിഹി അദുവല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്,
വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ, ആദർശത്തിന്റെ ശത്രുക്കൾക്കെതിരെ നിങ്ങൾ ആയുധ സജ്ജരാകാൻ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആരോടാ അത് പറഞ്ഞത്? ആരോടാണത് പറഞ്ഞത്? ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നിയമം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഭരണകൂടമുണ്ടായാൽ ആ ഭരണകൂടം അനുവർത്തിക്കേണ്ട നയനിലപാടാണ് വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. ഒരു ഭരണകൂടത്തോടുള്ള നിലപാടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഒരു ഭരണകൂടം സ്വീകരിക്കേണ്ട നയനിലപാടാണ് സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞത്. ആ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇന്ന് സംഘടനകൾക്ക് വേണ്ടി, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ ക്ഷണിക്കുകയാണ്. ഇരുട്ടറഞ്ഞ അല്ലെങ്കിൽ ഇരുട് മൂടിക്കിടക്കുന്ന അടച്ചിട്ട റൂമിൻ്റെ അകത്തളത്തിൽ യുവാക്കളെ ജാഗരം കൊള്ളിക്കുന്ന സംഘടനകൾ, ആ സംഘടനകൾക്ക് പറയാനുള്ള ആയത്തുകൾ ഇതാണ്. പക്ഷേ അത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തെ ആയുധമണിയാനുള്ള സന്ദേശമാണ് പഠിപ്പിക്കുന്നത് എന്ന് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ആശയം പറയാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ ഖുർആൻ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. മാത്രമല്ല അടുത്ത സമയത്ത് ഒരു പത്രത്തിൽ ഒരു ലേഖനം നിങ്ങൾ വായിച്ചിരിക്കും. എന്തേ? ഇസ്ലാം അത് വാളിൻ്റെ മതമാണ്, ഇസ്ലാം വാളിൻ്റെ മതമാണ്. അതിന് തെളിവെഴുതി പത്രത്തിൽ. എന്തായിരുന്നു തെളിവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ വായിച്ചിരിക്കും. മുസ്ലിംകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന ജുമുഅ. ആ ജുമുഅ നമസ്കാരത്തിന് ഒരുമിച്ച് കൂടുന്ന വിശ്വാസികൾക്ക് ഉത്ബോധനം നടത്തുന്ന ജുമുഅ ഖുതുബയുണ്ട്. ആ ഖുതുബയ്ക്ക് വേണ്ടി നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ആ മഹല്ലത്തിന്റെ ഖതീബ് മിമ്പറിലേക്ക് കയറുമ്പോൾ അദ്ദേഹം കയ്യിൽ പിടിക്കുന്നത് വാളേന്തിക്കൊണ്ടാണ്. വാളുമേന്തിക്കൊണ്ടാണ് ജനങ്ങളെ ഉത്ബോധനം നടത്തുന്നത്. ഇസ്ലാം അത് ഭീകരവാദത്തിന്റെ സന്ദേശം വിഭാവനം ചെയ്യുന്ന മതമാണ് എന്നതിൽ ഇതിലപ്പുറം തെളിവ് വേണോ എന്ന് ഒരു പത്രത്തിൽ ഒരു വ്യക്തി ലേഖനം എഴുതി. ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണ് എന്ന് സമൂഹത്തോട് പറയാൻ തെളിവുദ്ധരിച്ചത് മുസ്ലിംകൾ ജുമുഅയിൽ, ആ ജുമുഅയ്ക്ക് നേതൃത്വം നൽകുന്ന ഖുതുബയിൽ ഇമാമു വാളേന്തുന്നു എന്ന്. സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ ജൂതന്മാര് കെട്ടിയുണ്ടാക്കിയ ഒരാചാരം, ഓറിയന്റലിസ്റ്റുകൾ സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച ഒരു ആചാരം, പൗരോഹിത്യം കയ്യിലേക്ക് എന്തിയപ്പോ അതേ ജൂതന്മാര് തന്നെ ഈ ഉമ്മത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറയുകയാ, നോക്കൂ മുസ്ലിംകളെ, അവരുടെ കയ്യിൽ വാളുമെന്തിക്കൊണ്ടാണ് ഉത്ബോധനം നടത്തുന്നത്. മുത്തുനബി പഠിപ്പിച്ച ആദർശമാണോ? മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നയനിലപാടാണോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പലപ്പോഴും മിമ്പറിലേക്ക് കയറിയിട്ടുണ്ട്, ഖുതുബ നിർവഹിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിട്ടുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകൻ മിമ്പറിലേക്ക് കയറുമ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്വഹാബി ഒരു വാളെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു മആശറ വിളിച്ചുകൊണ്ട് ആമുഖ പ്രഭാഷണം നടത്തിയിട്ട് പ്രവാചകന്റെ കയ്യിലേക്ക് വാള് കൊടുത്തിട്ട് ആ വാളുമെന്തിക്കൊണ്ട് പ്രവാചകൻ മിമ്പറിലേക്ക് കയറിയിട്ടുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ അതുണ്ടായിട്ടില്ല. മുത്തുനബിയുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മിമ്പറിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബും വാളുമെന്തിക്കൊണ്ട് പോയിട്ടില്ല. മറിച്ച് മദീനത്തെ പള്ളിയിൽ ഒരു മിമ്പറുണ്ടായിരുന്നു. ചരിത്രം നമുക്കറിയാം. ഒരു മിമ്പറുണ്ടായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിച്ചിരുന്ന പൊട്ടിപ്പൊളിഞ്ഞു പോയ ഒരു മിമ്പർ, ആ മിമ്പറിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയ്ക്ക് വേണ്ടി കയറിയിട്ടുണ്ട്. മിമ്പറിലേക്ക് കയറുമ്പോൾ ആ മിമ്പർ ഇങ്ങനെ ആടി ഉലയാറാണ് പതിവ്. ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന മിമ്പറിൽ നിന്ന് വേച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുമ്പോ മഹാനായ മുത്തുനബിക്ക് ബാലൻസ് ഒപ്പിക്കുന്നതിന് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒരു കുന്തം കൊണ്ടുപോയി പ്രവാചകന്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട്. അള്ളാന്റെ റസൂല് ആ കുന്തത്തിൽ പിടിച്ചുകൊണ്ട് ബാലൻസ് ഒപ്പിച്ചുകൊണ്ട് ഖുതുബ നിർവഹിച്ചു മിമ്പറിൽ നിന്ന്. അതിനുശേഷം ചരിത്രം നമ്മുടെ മുന്നിൽ വിശദീകരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയുടെ മുകളിൽ നിന്നും താഴേക്ക് ഒരു കയർ കെട്ടിയിട്ടു. പ്രവാചകൻ പിന്നീട് മിമ്പറിലേക്ക് കയറുമ്പോൾ അള്ളാന്റെ റസൂല് ബാലൻസ് ഒപ്പിക്കാൻ ആ കയറിൽ പിടിച്ചുകൊണ്ടാണ് ഖുതുബ നിർവഹിച്ചത്. പിന്നീട് ആ മിമ്പർ മാറ്റിയിട്ട് പുതിയ ഒരു മിമ്പർ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നു.
ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യത്തെ മിമ്പർ മാറ്റിയിട്ട് രണ്ടാമത്തെ മിമ്പറിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയറുമ്പോൾ ആദ്യത്തെ മിമ്പർ പൊട്ടിക്കരഞ്ഞു പോയി എന്ന് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ രണ്ടാമത്തെ മിമ്പറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കയറിയിട്ട് പുതിയ മിമ്പറിലേക്ക് കയറിയതിന് ശേഷം ഒരിക്കലെങ്കിലും പ്രവാചകന്റെ കയ്യിൽ ഒരു കുന്തം പിടിച്ചിട്ടില്ല, ഒരു വടി പിടിച്ചിട്ടില്ല, ഒരു വാള് തീരെയും പിടിച്ചിട്ടില്ല, ഒരു കയറ് കെട്ടിയിട്ടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടില്ല എന്ന് ചരിത്രം ലോകത്തിന്റെ മുന്നിൽ പറയുമ്പോഴും ഏതോ ജൂതന്മാര് പരിശുദ്ധ ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണ് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ മിമ്പറിലേക്ക് കയറുന്ന ഖത്തീബിന്റെ കയ്യിലേക്ക് വാള് കൊടുത്തപ്പോ ആധുനിക പൗരോഹിത്യം അത് സ്വീകരിച്ചു. ഇസ്ലാമിന്റെ ലേബലിൽ അത് സ്വീകരിച്ചപ്പോ അതേ ജൂതന്മാര് തന്നെ മുസ്ലിം ഉമ്മത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവര് ചവച്ചു തുപ്പിയ അതേ കാര്യം സമൂഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവര് പറഞ്ഞു ഇസ്ലാം ഭീകരവാദത്തിന്റെ മതമാണ്. കാരണം എന്തേ? അവിടെ വാള് പിടിച്ചുകൊണ്ടാണ് ഖുത്ബ നിർവഹിക്കുന്നത്. ഇസ്ലാമിൽ അതില്ല. ഇസ്ലാം വാള് കൊണ്ട് പ്രചരിച്ച ഒരു മതമായിരുന്നു എങ്കിൽ സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് 7.5 നൂറ്റാണ്ട് കാലം ഭരണം നടത്തിയവർ ആരായിരുന്നു? ഭരണം നടത്തിയത് മുസ്ലിംകളല്ലേ? മുസ്ലിം ഭരണാധികാരികളല്ലേ? ആ ഭരണാധികാരികൾ വാളുകൊണ്ടാണ് ഭരണം നടത്തിയിരുന്നത് എങ്കിൽ മുസ്ലിംകൾ ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷമാകുമായിരുന്നോ? ഒരിക്കലും ആകുമായിരുന്നില്ല. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ച മതമല്ല, മറിച്ച് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതെന്തേ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇസ്ലാം അത് നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് ആളെ ചേർക്കേണ്ട മതമല്ല, നിർബന്ധിച്ചു മതത്തിലേക്ക് ആളെ കൂട്ടേണ്ടതല്ല. പ്രവാചകനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. നബിയെ, അങ്ങ് വെറും ഉത്ബോധനം നടത്തേണ്ട വ്യക്തിയാ, നിർബന്ധിച്ച് ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട വ്യക്തിയല്ല പ്രവാചക എന്ന് മഹാനായ പ്രവാചകനെ നോക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ. മാത്രമല്ല, താൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, വിശ്വാസികൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, തൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാര് നരകത്തിലേക്ക് കൂപ്പുകുത്തുന്ന ദുരവസ്ഥയോർത്തിട്ട് മഹാനായ പ്രവാചകന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലൻ യുമിനൂ ബിഹാദിൽ ഹദീസി അസഫ. അതേ പ്രവാചകന്റെ ആ മനസ്സ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഗുണകാംക്ഷ നിറഞ്ഞ മനസ്സ്, താൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ താൻ കൊണ്ടുവന്ന ആദർശം സ്വീകരിക്കാത്ത ജനങ്ങള് അവര് നരകത്തിലേക്ക് കൂപ്പുകുത്തുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് മഹാനായ പ്രവാചകൻ ജീവൻ പോലും ഹോമിച്ച് കളഞ്ഞു പോകുമോ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു എങ്കിൽ ആ പ്രവാചകനോടാണ് പറയുന്നത്, ഫദക്കിർ ഇന്നമാ അന്ത മുദക്കിർ, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ലസ്ത അലൈഹിം ബിമുസൈതിർ, ജനങ്ങളെ നിർബന്ധിച്ചിട്ട് മതത്തിലേക്ക് കൊണ്ടുവരേണ്ട വ്യക്തിയല്ല. മഹാനായ പ്രവാചകനോട് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനിൽ 2 തവണ പ്രവാചകനെ താക്കീത് ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. 2 തവണ. ഒന്ന്, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പ്രവാചക, താങ്കൾ വിചാരിച്ചാൽ ഒരാളെയും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അല്ലാഹു വിചാരിച്ചവരെ മാത്രമേ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് നൽകി. എന്തേ കാരണം? തൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പ താൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, വിശ്വാസികൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ തനിക്ക് താങ്ങും തണലുമായിരുന്ന ആദർശത്തിൻ്റെ സംരക്ഷണ വീതിയിൽ തന്നോടൊപ്പമുണ്ടായിരുന്ന, തന്നെ ആക്രമിക്കാൻ, തന്നെ ഒറ്റപ്പെടുത്താൻ രംഗത്ത് വരുന്ന ജനങ്ങളുടെ മുന്നിൽ ഒരു മതിൽ കെട്ട് പോലെ മുന്നിൽ നടന്ന തൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പ നരകത്തിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥയുണ്ടായി പോകുമോ എന്ന് കരുതിയിട്ട് ആ മൂത്താപ്പയുടെ അടുക്കലേക്ക് പ്രവാചകൻ കടന്നു ചെന്നു. പറഞ്ഞു, കുൽ കുൽ, ഓ പ്രിയപ്പെട്ട മൂത്താപ്പ,
അങ്ങ് പറയണം ലാ ഇലാഹ ഇല്ലല്ലാ, അങ്ങ് പറയണം ലാ ഇലാഹ ഇല്ലല്ലാ. പലപ്പോഴും പറഞ്ഞു. മരണത്തോടടുത്ത് കിടക്കുമ്പോൾ മരണത്തെ മുന്നിൽ കാണുന്ന മൂത്താപ്പയുടെ അടുക്കലേക്ക് പല സമയത്തും കടന്നു ചെന്നു. അള്ളാന്റെ റസൂലിന്റെ കണ്ണു നിറഞ്ഞു. പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, എൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, നിങ്ങൾ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം, നിങ്ങൾക്ക് വിജയം വരിക്കാം, നിങ്ങൾക്ക് പരലോക മോക്ഷം വരിക്കാം എന്ന് മഹാനായ പ്രവാചകൻ പറയുമ്പോൾ അള്ളാഹു താക്കീത് നൽകുകയാ, ഇന്നക്കല്ലാ തഹ്ദീ മൻ അഹ്ബബ്ത. പ്രവാചകരെ, താങ്കൾ വിചാരിച്ചാൽ ഒരാളെയും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അള്ളാഹ് തീരുമാനിക്കണം. പ്രവാചകന് താക്കീത് നൽകുകയാ ഗുണകാംക്ഷയുടെ പേരിൽ. അവിടെയും അല്ലാഹുവിൻ്റെ റസൂല് ഒരു നിർബന്ധത്തിൻ്റെ മേഖലയിലേക്ക് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും പ്രവാചകന് പ്രചോദനം നൽകിയില്ല. രണ്ടാമത്തെ അവസ്ഥ നമുക്ക് കാണാം. സൂറ അബസ്സയിൽ അതിൻ്റെ ആദ്യ വചനങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ. മുഹമ്മദ് നബിയെ, ആ അന്ധനായ മനുഷ്യൻ താങ്കളുടെ മുന്നിലേക്ക് വന്നപ്പോ താങ്കൾ മുഖം തിരിച്ചു കളഞ്ഞു. അത് ശരിയായില്ല റസൂലേ, അത് ശരിയായില്ല റസൂലേ. അള്ളാഹു താക്കീത് നൽകുന്നുണ്ട്. ഏത് ഘട്ടത്തിലാ? ഒരു അന്ധനായ മനുഷ്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് മറ്റുള്ളവർക്ക് സ്ഥാനം നൽകിയിട്ട് ഒരു സാധാരണക്കാരനിൽ നിന്നും മുഖം തിരിച്ചതാണോ? അല്ലല്ലോ സഹോദരങ്ങളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മുന്നില് മക്കയിലെ നാട്ടുപ്രമാണിമാര് തൻ്റെ മുന്നിലുണ്ട്. അവരോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാ, ഇസ്ലാമിന്റെ അജയ്യത വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാ, നാട്ടുപ്രമാണിമാരോട് ആദർശം പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ആരെങ്കിലും ഒരാൾ തൗഹീദിലേക്ക് വന്നാൽ, ആരെങ്കിലും സത്യത്തിലേക്ക് വന്നാൽ ഈ ലോകവും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഇസ്ലാമിന്റെ അജയ്യത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ധനായ കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പ്രവാചകനെ വിളിക്കുന്നത്, സലാം പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു വിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ സംശയ നിവാരണം നടത്താൻ പിന്നീടും സമയമുണ്ടല്ലോ. തൻ്റെ മുന്നിലിരിക്കുന്നവര് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അതായിരിക്കുമല്ലോ വലിയ കാര്യം എന്ന ഒരു ചിന്തയിൽ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പടച്ചവൻ ഇടപെടുകയാണ്, അള്ളാഹു ഇടപെടുകയാണ്, അള്ളാന്റെ റസൂലിനെ താക്കീത് ചെയ്യുകയാ. ശരിയായില്ല റസൂലേ, ഇവരെക്കാളും പരിശുദ്ധൻ ആ മനുഷ്യനാണ്, അവരെക്കാൾ പരിശുദ്ധരാകാൻ ഇവർ ഒരു നിർവാഹവുമില്ല. അതുകൊണ്ട് അവർക്കാണ്, ആ മനുഷ്യനായിരുന്നു ചെവി കൊടുക്കേണ്ടത് റസൂലേ എന്ന് പറയുന്ന ആയത്തിറങ്ങി പ്രവാചകനെ താക്കീത് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും നിർബന്ധിക്കുന്ന ഒരവസ്ഥ, മതത്തിലേക്ക് ആരെയും നിർബന്ധിച്ച് കൂട്ടുന്ന ഒരവസ്ഥക്ക് പരിശുദ്ധ ഖുർആൻ പ്രചോദനം നൽകിയിട്ടില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൂട്ടുനിന്നിട്ടില്ല. എന്നിട്ടും ഇസ്ലാം അത് ഭീകരവാദത്തിന് പ്രചോദനമേകുന്ന സന്ദേശമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഗൂഢമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും സമൂഹത്തെ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നു. എക്കാലവും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കടന്നു വരുന്ന സമൂഹം തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് നമുക്കറിയാം. ആ തെറ്റിദ്ധാരണ തന്നെയാണ് ജിഹാദിന്റെ കാര്യത്തിൽ ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പറയുന്നത് ബദറിന്റെയും ഉഹുദിന്റെയും ഹന്തക്കിന്റെയും ഖൈബറിന്റെയും ചരിത്രങ്ങൾ പറഞ്ഞിട്ട് യുവസമൂഹത്തോട് ആയുധമണിയാൻ പറയുന്നവരുണ്ട്, അതിനു വേണ്ടി സമ്പത്ത് ചിലവഴിക്കാൻ പറയുന്നവരുണ്ട്. പലപ്പോഴും എൻ്റെ സഹോദരങ്ങൾ, വിദേശത്തുള്ള സഹോദരങ്ങളുടെ ആസ്തികളാണ് ഇത്തരം സംഘടനകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ വരുമാനങ്ങൾ, അവരുടെ സമ്പത്തുകൾ പലപ്പോഴും അല്ലാഹുവിൻ്റെ ദീനിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ നാം ചിലവഴിച്ചു കൊണ്ടിരിക്കാറുണ്ട്. ആലോചിക്കണം സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബത്ത് ബദറിന്റെ പോർക്കളത്തിലേക്ക് ഇറങ്ങിയത് ഏതൊരു നിലപാടിലായിരുന്നു, ഏതൊരു ആദർശവുമായിട്ടായിരുന്നു? ഇന്ന് നടത്തുന്ന സംഘടനകളുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹത്തോട് പറയുന്നത്, ഇന്ന് ശത്രുക്കള് തല വേണോ
കൈ വേണോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിശ്വാസികൾ ആദർശത്തിൻ്റെ പേര് പറഞ്ഞ് പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് യുവസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈ എവിടെ കെട്ടണമെന്ന ചർച്ച സമൂഹത്തിൽ നടക്കുമ്പോൾ കൈ വേണോ വേണ്ടേ എന്ന് മറുഭാഗത്ത് ശത്രുക്കൾ അവരുടെ ചിന്തകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വിശ്വാസികളെ ആയുധമണിയേണ്ടതുണ്ട്, പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് യുവസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആലോചിക്കണം സഹോദരങ്ങളെ, ആലോചിക്കണം സഹോദരങ്ങളെ. ഗുജറാത്തിൻ്റെയും മാറാടിൻ്റെയും അതുപോലെയുള്ള ജാംഷഡ്പൂരിൻ്റെയും മുസഫർപൂരിൻ്റെയും ഒക്കെ സംഭവങ്ങൾ എടുത്തു ധരിച്ചിട്ട് സമൂഹത്തോട് പറയുന്നത് ബദറിൻ്റെയും മുഹദിൻ്റെയും ചരിത്രങ്ങളാണ്. ഒരിക്കലും അതുമായിട്ട് കൂട്ടിക്കെട്ടാൻ കഴിയുമോ? മഹാന്മാരായ സ്വഹാബത്ത് പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങിയത് ആദർശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു, ആദർശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇന്ന് ആദർശം കളഞ്ഞു കുളിച്ചു കൊണ്ടിരിക്കുകയാ. എല്ലാവരും ഏത് വിഭാഗത്തിൽപ്പെട്ടവനായാലും ഏത് സംഘടനയിൽപ്പെട്ടവനായാലും നിങ്ങൾക്ക് സ്വാഗതം, നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം, നിങ്ങൾക്ക് അംഗമാകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ തീവ്രവാദ സംഘടനകളും ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത്, എല്ലാ തീവ്രവാദ സംഘടനകളും. എന്നാൽ നാം ആലോചിക്കണം, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനും അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരും ഒന്നിച്ച് തോളോട് തോളി ചേർന്നുകൊണ്ട് ഒരു പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങി രക്തസാക്ഷിത്വം വരിച്ചാൽ രണ്ട് വിഭാഗത്തിലും കിട്ടുന്ന ഒരു സ്വർഗം ഏത് പരലോകത്താണ് സഹോദരങ്ങളെ ഉള്ളത്? ഏത് പരലോകത്താണുള്ളത്? നാം ആലോചിക്കണം. ഈ സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഏത് വിഭാഗമായാലും വേണ്ടില്ല, ഒന്നിച്ചു നിന്നുകൊണ്ട് ശത്രുക്കളെ നേരിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജാഗരം കൊള്ളിക്കുന്നത്. ആലോചിക്കണം, ഈ വിഭാഗങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്, യുദ്ധത്തിനിറങ്ങുകയാ. അവിടെ മുജാഹിദുണ്ട്, അവിടെ സുന്നിയുണ്ട്, അവിടെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, ഷിയ ആദർശമുള്ളവർ എല്ലാവരും കൂടി ഇറങ്ങുകയാണ് ആ ആദർശത്തിൻ്റെ കൂട്ടായ്മയിൽ, ആ വിഭാഗത്തിൻ്റെ കൂട്ടായ്മയിൽ. രക്തസാക്ഷിത്വം വരിച്ചാൽ അല്ലാഹു പറയുന്നു, ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ശിർക്ക് ചെയ്തവനാണോ അവന് സ്വർഗം നിഷേധിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ. ശിർക്ക് ചെയ്യുന്നവനും ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരും ഒന്നിച്ചു പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് രക്തസാക്ഷിത്വം വരിച്ചാൽ രണ്ടു കൂട്ടർക്കും കൂടി കിട്ടുന്ന ഒരു സ്വർഗം പരലോകത്തില്ലല്ലോ സഹോദരങ്ങളെ, ഇല്ല. അതുകൊണ്ട് തന്നെ അത് അടിസ്ഥാനരഹിതമായ ഒരു മേഖലയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ജിഹാദുണ്ട്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ജിഹാദുണ്ട്. സൂറത്തുൽ ഫുർഖാൻ അല്ലാഹു തആല പറയുകയാ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഒരു വിശ്വാസി നടത്തേണ്ട ഏറ്റവും വലിയ ജിഹാദ് പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തിക്കൊണ്ടുള്ള ജിഹാദാണ്. ആയുധമെടുത്തുകൊണ്ടുള്ള ജിഹാദല്ല, പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തിക്കൊണ്ടുള്ള ജിഹാദാണ്. ആ ജിഹാദിനെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് സായുധ വിപ്ലവത്തിന് പ്രചോദനമേകാൻ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്ത മനുഷ്യനാണ് എങ്കിൽ, അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ലാത്ത മനുഷ്യനാണ് എങ്കിൽ, ആ മനുഷ്യനോട് നടത്തേണ്ട ജിഹാദ് പരിശുദ്ധ ഖുർആൻ കയ്യിലേന്തിക്കൊണ്ടുള്ള ജിഹാദാ. നിങ്ങൾക്കറിയുമോ, മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ MSMന്റെ ഒരു മഹത്തായ സമ്മേളനം തൃശ്ശൂർ ജില്ലയിൽ നടന്നു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് തൃശ്ശൂർ ജില്ലാ കളക്ടറാണ്. തൃശ്ശൂർ ജില്ലാ കളക്ടർ ഉദ്ഘാടന സംസാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്നും ബാങ്കിൻ്റെ ശബ്ദം വരികയാണ്. ബാങ്ക് വിളി തുടങ്ങിയപ്പോൾ വേദിയിലുണ്ടായിരുന്ന മുജാഹിദിൻ്റെ പണ്ഡിതന്മാർ, KNMന്റെ നേതാക്കൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്നു, പ്രസംഗം നിർത്താൻ പറഞ്ഞു. അദ്ദേഹം പ്രസംഗം നിർത്തി. അല്പസമയം മൗനമായിട്ട് നിന്നു. ബാങ്ക് വിളി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റു. ഈ മനുഷ്യൻ പ്രഭാഷണം തുടങ്ങുമ്പോൾ അയാൾ പറഞ്ഞത്, ഈ സദസ്സിനെ ഞാൻ അഭിമാനത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. തിങ്ങി നിറഞ്ഞ സദസ്സിനെ നോക്കിക്കൊണ്ട് ഒരു ജില്ലയുടെ ഭരണാധികാരി പറയുകയാ, അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം എന്ത് എന്നറിയുമോ? മുഗൾ ചക്രവർത്തിയായ
അക്ബറിന്റെ പേര് കേട്ടപ്പോ അക്ബറിനോടുള്ള സ്നേഹം കൊണ്ട്, ആദരവ് കൊണ്ട് ഈ സദസ്സിലേക്കൊരു മുട്ടുസൂചി വീണാൽ ആ മുട്ടുസൂചിയുടെ അനക്കം പോലും തിരിച്ചറിയുന്ന തരത്തിൽ നിശബ്ദരായിട്ട് നിന്നുകൊണ്ട്, മൗനമായിട്ട് നിന്നുകൊണ്ട് അക്ബറിനെ സ്മരിച്ച മുസ്ലിംകളെ, നിങ്ങളെ ഞാൻ അഭിമാനത്തോടു കൂടിയാണ് ഓർക്കുന്നത്. ആരാ പറഞ്ഞത്? ഒരു ജില്ലയുടെ ഭരണാധികാരിയാണ് പറയുന്നത്. 5 നേരം പള്ളി മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന അല്ലാഹു അക്ബറിന്റെ അർത്ഥം അക്ബർ ചക്രവർത്തിയുടെ പേരാണ് പറയുന്നത്. അക്ബറിന്റെ പേര് കേൾക്കുമ്പോ മൗനം പാലിച്ചുകൊണ്ട്, നിശബ്ദരായിട്ടിരുന്നു കൊണ്ട് അക്ബറിനെ സ്മരിക്കുകയാണ് മുസ്ലിംകൾ ചെയ്യുന്നത് എന്ന് ഒരു ഭരണാധികാരി വിശ്വസിച്ചിരിക്കുകയാണ്. ആ മനുഷ്യനോട് നാം നടത്തേണ്ട ജിഹാദ് എന്താ? ആയുധം എടുത്തുകൊണ്ടാണോ സഹോദരങ്ങളെ? ആയുധമെടുത്തുകൊണ്ടാണോ? അല്ല. ഇസ്ലാം പറയുന്നു, ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ എന്തിയിരിക്കുന്ന ആയുധങ്ങൾ നിലത്തേക്ക് വെക്കുക, നിങ്ങളുടെ ബോംബുകൾ നിലത്തേക്ക് വെക്കുക, നിങ്ങളുടെ തോക്കുകൾ നിലത്തേക്ക് വെക്കുക. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. അല്ലാഹു അക്ബറിന്റെ അർത്ഥമറിയാത്ത ഈ സമൂഹത്തോട് നിങ്ങൾ നടത്തേണ്ട ജിഹാദ് ഖുർആൻ കയ്യിലെത്തിക്കൊണ്ട അവരോട് അല്ലാഹു അക്ബറിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കലേ വേണ്ട. അല്ലാഹുവിനെ പരിചയപ്പെടുത്തലാണ്, അല്ലാഹുവിന്റെ ഏകത്വം പറഞ്ഞു കൊടുക്കലാണ്, ആ സമൂഹത്തോട് തൗഹീദ് പറഞ്ഞു കൊടുക്കലാണ്, ഖുർആൻ പരിചയപ്പെടുത്തലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട നിലപാട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. ഇന്ന് ആ സമൂഹത്തിന്റെ മുന്നിലാണ് ആയുധമേന്തിക്കൊണ്ട് വിപ്ലവം നടത്താൻ പലരും രംഗത്തു വരുന്നത്. പലരും പ്രചോദനമേകിക്കൊണ്ട് അതിന് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിലെ ജിഹാദിനെ നാം തിരിച്ചറിയണം. ഇസ്ലാം ഒരിക്കലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, ഒരിക്കലും അക്രമവാസനയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീവ്രവാദത്തിന്റെ ഒരു നിലപാട് സ്വീകരിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ തീവ്രവാദമുണ്ടോ? ഒരിക്കലും ഇസ്ലാം തീവ്രവാദം നമ്മോട് പഠിപ്പിക്കുന്നില്ല. മറിച്ച് ആദർശത്തിന്റെ കാര്യത്തിൽ തീവ്രത ഇസ്ലാം കണിശമായി നമ്മോട് പറയുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഒരു നിലപാടാണ്, ആദർശത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഒരിക്കലും തൗഹീദും ശിർക്കും ഒന്നിച്ചു ചേരാൻ പാടില്ല, അത് വേറിട്ട് നിൽക്കേണ്ടതുണ്ട്. വിശ്വാസവും അവിശ്വാസവും ഒരിക്കലും സന്ധിയാകാൻ പാടില്ല. അവിടെ ഒരു നയനിലപാട് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ആ നിലപാട് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ച നിലപാടാണ് നാം മനസ്സിലാക്കണം. ഒരു ഭാഗത്ത് പ്രവാചകന്റെ സുന്നത്തിനെ അവമതിക്കുന്നത് കാണുമ്പോൾ ഒരു വിശ്വാസി മിണ്ടാതിരിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു. ഒരു ഭാഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചോദ്യം ചെയ്യുമ്പോൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് സമൂഹത്തെ ഉത്ബോധനം നടത്തേണ്ട നിലപാട് വിശ്വാസികൾ സ്വീകരിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു. അതുകൊണ്ടാണല്ലോ ശിർക്കുമേന്തിക്കൊണ്ട് തന്റെ മുന്നിലേക്ക് വന്ന ജനങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനോഹരമായ രൂപത്തിൽ അവരെ ഉത്ബോധനം നടത്തിയത്. 10 ആളുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാ. ബായഗനി യാ റസൂലല്ലാ, പ്രവാചകരെ ഞങ്ങളുടെ ബൈഅത്ത് സ്വീകരിച്ചാലും റസൂലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നത്. 1 മുതൽ 9 പേരുടെയും ബൈഅത്തുകൾ സ്വീകരിച്ചു. 10ാമൻ കൈ നീട്ടിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ വലിച്ചു. സ്വഹാബത്ത് ചോദിച്ചു, പ്രിയപ്പെട്ട പ്രവാചക, 10 പേരൊന്നിച്ചു വന്നു, 9 പേർക്ക് ബൈഅത്ത് കൊടുത്തു, 10ാമൻ കൈ നീട്ടിയപ്പോൾ അങ്ങ് കൈ വലിച്ചു, കാരണമെന്തേ? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഹൈക്കല്ല് ഞാൻ കണ്ടു, ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ഏലസ് ഞാൻ കണ്ടു, ഒരു ഉറുക്ക് ഞാൻ കണ്ടു. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശിർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അള്ളാന്റെ റസൂല് കണ്ണടയ്ക്കുകയല്ല ചെയ്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുതി പെട്ടെന്ന് ഇവനോട് തൗഹീദ് പറയണ്ട, ഇവനെയൊന്ന് സോപ്പിട്ട് ഇവന്റെ തോളിൽ കൈവച്ച് ഇവന് കുറെ ആഹാര സാധനങ്ങൾ കൊടുത്ത് കുറെ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് തൗഹീദ് പറയാമെന്നല്ല പ്രവാചകൻ വിചാരിച്ചത്. മറിച്ച് ആ മനുഷ്യനോട് പറഞ്ഞു, മൻ അല്ലക തമീമത്തൻ ഫഖദ് അശ്റക. ആരെങ്കിലും വേലസ് ധരിച്ചാൽ, ആരെങ്കിലും ഹൈക്കല്ല് ധരിച്ചാൽ അവൻ ശിർക്ക് ചെയ്തവനാണ്. ശിർക്കിന്റെ ഗൗരവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് ഫഅദ്ഖല യദഹു
ഫഖതഅഹ, ആ മനുഷ്യൻ തൻ്റെ കൈ മുന്നോട്ട് ചലിപ്പിച്ചു, അത് വലിച്ചു പൊട്ടിച്ച് ദൂരേക്കെറിഞ്ഞു എന്ന് സ്വഹാബത്ത് നമ്മോട് പറയുകയാണ്. ശിർക്കിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ഇത് തന്നെ സുന്നത്തിൻ്റെ കാര്യത്തിലും സ്വഹാബത്ത് ആ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 2ാം ഖലീഫയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മദീനത്തെ പള്ളിയിൽ സുബഹി നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണ്. ആ സമയത്താണ് അബൂലുഅത്തി എന്ന് പറയുന്ന മജൂസി വിഷലിപ്തമായ കടാര കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ കുത്തിക്കൊലപ്പെടുത്തുന്നത്. കുത്തുകൊണ്ട് നിലത്തേക്ക് വീണു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു നിലത്ത് കിടക്കുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു മുന്നിലേക്ക് കയറി ഇമാമായിട്ട് ആ നമസ്കാരം പൂർണ്ണമാക്കാൻ ശ്രമിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ബോധം കെട്ട് കിടക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ സ്വഹാബത്ത് ഒരു കോപ്പയിൽ കുറച്ച് മുന്തിരിങ്ങൻ്റെ ജ്യൂസും മറ്റൊരു കോപ്പയിൽ കുറച്ച് പാലുമായിട്ട് കടന്നു വന്നു. ബോധം തെളിഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വായയിലേക്ക് അത് കുടിക്കാൻ വേണ്ടി കൊടുത്തു. അദ്ദേഹം വളരെ ആർത്തിയോടുകൂടി അത് വാങ്ങിച്ചു കുടിച്ചു. പക്ഷേ ആമാശയത്തിന് പറ്റിയ മുറിവിലൂടെ ആ പാലും വെള്ളവും പുറത്തേക്ക് നിർഗളിച്ചു. വായയിലൂടെ ഒഴിച്ച പാലും വെള്ളവും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബത്ത് മുഴുവനും ബേജാറില, എല്ലാവരും ദുഃഖത്തില, എല്ലാവരും വ്യസനത്തില. ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണത്തോടടുത്തു പോയല്ലോ റബ്ബേ. സ്വഹാബത്ത് തേങ്ങിക്കരയുകയാ. ആ സമയത്തൊരു ചെറുപ്പക്കാരൻ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു, അബ്ശിർ യാ അമീറൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ വ്യസനിക്കരുത്, നിങ്ങൾ വിഷമിക്കരുത്. പള്ള മുറിഞ്ഞു, പള്ളയുടെ ഭാഗത്ത് കുത്തുകൊണ്ടു, ആമാശയത്തിന് മുറിവ് പറ്റി, വായിലൂടെ ഒഴിക്കുന്ന പാലും വെള്ളവും പുറത്തേക്ക് നിർഗളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്. കാരണം എന്തേ? ഉമറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉമറേ നീ സ്വർഗത്തിലാണ് എന്ന് മഹാനായ പ്രവാചകന്റെ തിരിച്ചുണ്ടുകൊണ്ട് ഞങ്ങൾ കേട്ടതാ. പ്രവാചകൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടതാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മനുഷ്യനാ നിങ്ങൾ, വ്യസനിക്കാൻ പാടില്ല. ഉമർ റളിയല്ലാഹു തആല പുഞ്ചിരിച്ചു. ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നടക്കുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണുകൾ ചെന്ന് തറച്ചത് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു അയാളെ തിരിച്ചു വിളിക്കാൻ സ്വഹാബത്തിനോട് പറഞ്ഞു. തിരിച്ചു വിളിച്ചു. അടുത്തേക്ക് വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ഉപദേശിച്ചു, ഇത്തഖില്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. നിന്റെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖയലാ, അഹങ്കാരത്തോടെ വസ്ത്രം നിലത്താക്കി നെരിയാണിക്ക് താഴെയാക്കി നടക്കുന്നവനെ പടച്ചവന്റെ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാകുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശം നീ മറന്നു പോയോ എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മെപ്പോലെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനല്ല പറഞ്ഞത്. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ ആമാശയം മുറിഞ്ഞ് വായിലൂടെ ഒഴിക്കുന്ന വെള്ളം പുറത്തേക്ക് നിർഗളിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെതിരെ ഒരു നിലപാട് കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ മഹാന്മാരായ സ്വഹാബത്ത് തയ്യാറാകുകയാണ്. ആദർശത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാനാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. ആ നിലപാടിന് വിരുദ്ധമായി ഇസ്ലാമിനെ ജാഗരം കൊള്ളിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ വികലമാക്കിക്കൊണ്ട് കടന്നു വന്ന ശിയഈ പ്രസ്ഥാനങ്ങളുടെ സൃഷ്ടിയാണ് ഭീകരവാദവും തീവ്രവാദം എന്ന് സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം. അത് തന്നെയാണ് യമനിൽ ഹൂസി വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നതും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകര പ്രവർത്തനങ്ങളും എന്ന് സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വിഭാഗങ്ങളെ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ ഇസ്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ വിഭാവനം ചെയ്ത ആദർശവും നയനിലപാടുകളും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജിഹാദിനെ ഖുർആൻ പഠിപ്പിച്ച രൂപത്തിൽ തിരിച്ചറിയാൻ തയ്യാറാകുക.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് നമുക്കെവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ ഭീകരവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മതത്തെയും നമ്മെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലയുടെ പ്രബോധന ജൈത്രയാത്രയിൽ ഇടറാതെ പതറാതെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു നമുക്കെവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തിന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.